ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. എന്ത് പേരെന്ന് വെച്ചാൽ മിനി ഇഡ്ഡലിന്നോ മിനി ദോശന്നോ മിനി അപ്പന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. കാരണം ചെറിയ രീതിയിൽ നമുക്ക് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാനും ഓർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഓർക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാമാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ ഓർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഞാനിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇതിപ്പം ഞാൻ എടുക്കുന്നത് മോന്തിക്കത്തെ വീടിയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഒരു 1.5 കപ്പ് അരിയും അതിനാവശ്യമായിട്ടുള്ള ഉഴുന്നും ഒന്ന് പൊതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് പൊതിർന്ന് വന്നപ്പം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചോറും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതാ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇഡ്ഡലിയും മസാല ദോശയ്ക്കുള്ള മാവെല്ലാം അരക്കുമല്ലോ, ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ അരച്ചെടുത്തുള്ള മാവ് ഞാനിതാ ഇതിനാവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതെല്ലാം ഒന്നിങ്ങനെ ഇളകി കിട്ടണമല്ലോ, മെൽറ്റായി കിട്ടണമല്ലോ. ആ ഒരു പരുവത്തിൽ ഒന്നില്ലേ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പം ഞാൻ എങ്ങനെയാണ് മാവെല്ലാം ഇങ്ങനെ പതിപ്പിച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് കുക്കറില്ലേ അതിലാണ് മാവ് പതിപ്പിച്ചെടുക്കൽ. റൈസ് കുക്കറിൻ്റെ ഉൾഭാഗത്തായിട്ട് ഞാനൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ റൈസ് കുക്കറിലേക്ക് വെള്ളം ഒഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ റൈസ് കുക്കർ പെട്ടെന്ന് ബടക്കായി പോകും. അപ്പം ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവില്ലേ അത് ഇതിലേക്ക് മാവിൻ്റെ ആ ചെമ്പില്ല അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലും ഒരു സ്റ്റീൽ ബൗൾ വെച്ചിട്ട് അതിലും വെള്ളം ഒഴിക്കുക, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇങ്ങനെയാണ് ഞാൻ മാവ് പതിപ്പിച്ചെടുക്കൽ. ഇനിയിപ്പോൾ എടുക്കുന്ന വീഡിയോ ഇത് രാവിലത്തെ വീഡിയോ ആണ്. ഇതാ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് രാത്രി അരച്ചെക്കുമ്പം ഒരു 11 മണി 11:15 ആയിന് കേട്ടോ. അതിനെക്കൊണ്ട് അതിൻ്റേതായ ഒരു പൊന്തൽ കുറവുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു അപ്പത്തിന് കണക്കായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മാവ് ഒന്ന് ഇളക്കിയിട്ടെടുക്കാനാണ്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ഇടുക. ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ടതുകൊണ്ട് കറക്റ്റാണ്, ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അധികം ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു ബബിൾസ് ഇല്ലേ അത് കളയാതെ നിൽക്കുക. ഇനി ഞാൻ ഈ ഒരു ചെമ്പിൽ നിന്നും കുറച്ച് മാവ് ഇതേപോലത്തെ ഒരു ബോളിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് എടുത്തിങ്ങനെ ഒഴിക്കാനുള്ള റിസ്ക് കാരണമാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ പാൻ ഒന്ന് ഹീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് ഏറ്റവും ചെറിയ സ്പൂൺ ഏതാ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കോരി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഒരു ഫ്രൈ പാൻ വലിയൊരു ഫ്രൈ പാനിൽ വെക്കുകയാണെങ്കിൽ അതിൽ കുറേ എണ്ണമെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും. മാക്സിമം ഞാൻ എത്രയെല്ലാം ഇതിൽ കൊള്ളിക്കാൻ പറ്റുമോ അത്രയെല്ലാം കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അടച്ചു വെക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഇങ്ങനെ ചുട്ട് വരുമ്പം ഈ സൈഡിലോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും അപ്പുറത്ത് ഫസ്റ്റ് ചുട്ടതെല്ലാം ഏകദേശം ആയിട്ടുണ്ടാവും. അതിനെക്കൊണ്ട് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ചുട്ട് വരുമ്പോൾ അതിലിങ്ങനെ ചെറിയ ഇങ്ങനെ ബബിൾസ് എല്ലാം ഇങ്ങനെ വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആയതെല്ലാം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം ചുട്ടതൊന്നും ഒന്നും ആയിക്കില്ലേനു കേട്ടോ. അപ്പം അതെല്ലാം ഈ ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻറ്റർ ഭാഗത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം ഞാൻ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കലാണ്. സാധാരണ നമ്മളിങ്ങനെ അപ്പെല്ലാം ചുടുമല്ലോ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളത് സ്പൂൺ വെച്ചിട്ട് ഉള്ളൂന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ള മാവെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കലാണ്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അപ്പെല്ലാണെങ്കിലും നമ്മൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യത്തിനോടെല്ലാം ഇങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളതില്ലേ. അപ്പം അവർക്കെല്ലാം എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമുക്കിത് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ചുടുമ്പോഴാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ഭംഗിയെല്ലാം വരിക. പിന്നെ ഇനിയിപ്പം ഞാൻ ഈ ഒരു അപ്പം ഒന്ന് പിന്നെ കടുകിലിട്ടൊന്ന് തൂമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്.
വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഈ ഗരം മസാല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അത് വേണമെന്നില്ല. അതിന് പകരം നമ്മളിങ്ങനെ ദോശയ്ക്കെല്ലാം കൂട്ടുന്ന ചമ്മന്തിപ്പൊടിയില്ലേ, അതാകുമ്പം ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാനിതാ നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞി അപ്പല്ലേ, അത് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പം ഇങ്ങനെ തൂമിക്കുന്നില്ലെങ്കിലും നമ്മളിവിടെയെല്ലാം തൂമിക്കാന്ന് കേട്ടോ പറയുക. ശരിക്കും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ തൂമിക്കുന്നില്ലെങ്കിലും നല്ല രസമാണ്. നമ്മൾ ചമ്മന്തിയിലല്ലേ അതിനെല്ലാം കൂട്ടി തിന്നാനെല്ലാം നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇഡ്ലിക്കെല്ലാം ഉണ്ടാക്കുന്ന ചട്നി ഇല്ലേ, അതിനെല്ലാം കൂട്ടി തിന്നാനെല്ലാം നല്ല രസമാണ്. ഇങ്ങനെ തൂമിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഞാനിതാ ഇത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കലാണ്. പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ട് ഞാൻ കുറച്ചൊരു ഡെക്കറേഷൻ, ഒരു വീഡിയോയിൽ എടുക്കുന്നതല്ല, അപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും ഇടണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഞാനൊരു കുറച്ച് പച്ചപ്പെല്ലാം ഉണ്ടായിക്കോട്ടെ എഴുതിയിട്ട് അങ്ങനെ ഇട്ടെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞി മിനി അപ്പം, ഇഡ്ഡലിന്നോ ദോശന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.